ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സിമി. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഈ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മമാരുടെ കൈകൊട്ടിക്കളിയും മോളുടെ ഡാൻസും പിന്നെ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെയാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെയൊരു യാത്രാ വിവരണത്തിൻ്റെ വീഡിയോ ഇടുന്നത്. എല്ലാ മാസങ്ങളിലും ഓരോ അമ്പലങ്ങളിലോട്ട് ട്രിപ്പ് പോകാറുണ്ട് കുറച്ച് ആളുകളുമായിട്ട്. അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കൊട്ടിയൂർക്കാണ് പോയത്. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് നിങ്ങളെയും കൂടെ കൂട്ടണമെന്ന് തോന്നി. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു യാത്രാ വിവരണമാണിത്. ഒരുപാട് തെറ്റുകൾ കാണും, എല്ലാവരും ക്ഷമിക്കണം. എൻ്റെ കൂടെ ഉണ്ടാകണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുവാണ്. നമ്മൾ മൊത്തം 26 പേരാണ് വണ്ടിയിലുള്ളത്. നമ്മൾ 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. വൈകുന്നേരമാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നേരെ കൊട്ടിയൂർക്കാണ് പോകുന്നത്. അവിടെ തൊഴുതതിന് ശേഷം നമ്മൾ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലും പറശ്ശിനിക്കടവും രാജരാജേശ്വരി ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ തൃച്ചംബര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും കാടാമ്പുഴയും കൊടുങ്ങല്ലൂരും കയറാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കൊട്ടിയൂർ മാത്രമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള അമ്പലങ്ങളുടെ വീഡിയോ നമ്മൾ ഇതിൻ്റെ പുറകെ ഇറക്കുന്നുണ്ട്. വൈകുന്നേരം അവിടെ നിന്ന് പോന്നിട്ട് വെളുപ്പിന് 3 മണിക്ക് നമ്മളിവിടെ കൊട്ടിയൂർ എത്തി കേട്ടോ. ഇതാണ് നമ്മൾ ഇത് അക്കരെ ക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ വണ്ടി ആദ്യം നിർത്തിയത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇക്കരെ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയും. പക്ഷേ ഈ എൻട്രൻസ് വഴി അല്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയത്. നമ്മുടെ വണ്ടി കുറച്ചുകൂടെ പുറകോട്ട് എടുത്തിട്ട് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ഈ പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാവലിപ്പുഴ കാണാം. ബാവലിപ്പുഴയിൽ മുങ്ങി ആ ഈറനോട് കൂടി വേണം കേട്ടോ നമുക്ക് തൊഴാനായിട്ട്. നമുക്കിപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ പാലം കടന്ന് വേണം നമുക്ക് ബാവലിപ്പുഴയിലോട്ട് പോകാനായിട്ട്. ഇത് നമ്മുടെ 2ാമത്തെ പ്രാവശ്യം കേട്ടോ നമ്മളിപ്പോൾ കൊട്ടിയൂർ വരണത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ വന്നത് ശനിയാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ശനി ഞായർ ദിവസങ്ങളിലൊന്നും വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഭയങ്കര തിരക്കായിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര ബ്ലോക്കും ആയിരിക്കും. അത് കാരണമാണ് ഇപ്രാവശ്യം നമ്മൾ വർക്കിംഗ് ഡേ തന്നെ ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ തവണ നമ്മൾ ഇത്തിരി വൈകിപ്പോയതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ ക്യൂ ആയിരുന്നു. നമ്മൾ ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. നല്ല കഷ്ടപ്പാടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ഇത്ര നേരത്തെ വന്നത്. ഇപ്രാവശ്യം നമ്മൾ 3 മണിക്ക് തന്നെ കൊട്ടിയൂർ എത്തി. എല്ലാം അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും തൊഴുതതിന് ശേഷം 8 മണിക്ക് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി തിരിച്ചു കയറുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ. 3 മണി നേരമാണെന്ന് ഓർക്കണം. നിറയെ ആൾക്കാരുണ്ട്. നമ്മളപ്പോൾ ബാവലിയിൽ മുങ്ങി കുളിക്കുകയാണ്. നല്ല തണുപ്പാട്ടോ, വെള്ളത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മുടെ ആളുകളെല്ലാം തന്നെ മുങ്ങി കുളിച്ച് നമ്മൾ ഇവിടെ ക്യൂവിൽ കയറുകയാണ്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 1 ആയിട്ടല്ല നിൽക്കുന്നത്, എല്ലാവരും കൂട്ടായിട്ട് തന്നെയാണ് നിൽക്കണേ കേട്ടോ. അപ്പോൾ എല്ലാവരുടെ ഇവിടെ ഗേറ്റ് തുറന്നാലാണ് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. നോക്കി നിൽക്കുന്ന സമയം കൊണ്ടാണ് കേട്ടോ ആളുകൾ പുറകിൽ വന്ന് കയറുന്നത്. ഇപ്പം ഭാഗ്യത്തിന് മഴയില്ല. ഇപ്പോൾ നമ്മൾ മഴയൊന്നും ഇല്ലാണ്ട് നിൽക്കണേ. ഈയാമ്പാറ്റയാണ് നിറയെ. വെള്ള തുണി തലയിൽ ഇട്ടേക്കുന്ന തോർത്തിട്ടേക്കുന്നവരുടെ അടുത്തിട്ട് എല്ലാം ഈയാമ്പാറ്റ വെച്ച് പിടിച്ച് വരണുണ്ട് കേട്ടോ. 4:30 കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ ഗേറ്റ് തുറന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെയൊക്കെ നല്ല ചെളിയുണ്ട്. നമ്മൾ എല്ലാവരും ഗേറ്റ് തുറന്നപടി തന്നെ എല്ലാവരും അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്ത് ത്രിമൂർത്തികളും മറ്റെല്ലാ ഈശ്വരന്മാരും ഒരുമിച്ച് കൂടിയ ഇടമായതുകൊണ്ട് ഇതിനെ കൂടിയ ഊര് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് അത് കൊട്ടിയൂരായി മാറിയത്. ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 28 ദിവസങ്ങളിലാണ് കേട്ടോ. വൈശാഖോത്സവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭണ്ണാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം, മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം. അർദ്ധരാത്രി ഭണ്ണാരം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപും മകന്നാൾ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം നമ്മൾ ആ ദിവസം നോക്കി വേണം നമ്മൾ സ്ത്രീകൾ വരാനായിട്ട്. കാരണം എപ്പോഴും ഇവിടെ വരാമെന്നുള്ള ധാരണയിൽ നമ്മൾ ഇരിക്കരുത്. ഈ സമയം നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. മറ്റ് 2 സ്ഥലങ്ങളിൽ നിന്നും കൂടെ ആളുകൾ വരുന്നത് കൊണ്ട് ഇതെല്ലാം കയറ് കെട്ടി തിരിച്ചേക്കാണ്. ഒരു വിഭാഗം ആളുകളെ കടത്തി വിട്ടതിന് ശേഷം ആ ആളുകൾ പ്രദക്ഷിണം വെച്ച് തിരിച്ച് വന്നതിന് ശേഷമാണ് അടുത്തൊരു വിഭാഗത്തെ അങ്ങോട്ട് കടത്തി വിടുന്നത്. ഇപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടതെല്ലാം.
അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഉള്ളിൽ വലിയ തിരക്ക് കാണത്തില്ല, പക്ഷേ പുറത്ത് നല്ല തിരക്കാണ് കേട്ടോ. എല്ലാവരും ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. ആ ഉള്ളിൽ തൊഴുത് പ്രദക്ഷിണം വെച്ച് ഒരു ഭാഗം ആളുകളൊക്കെ മാറിയതിന് ശേഷം മാത്രമാണ് അവിടെ തുറക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അകത്തോട്ട് നോക്കുമ്പോൾ വലിയ തിരക്ക് ഫീൽ ചെയ്യാത്തത്. ഇപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാൻ കണ്ട കുറച്ച് ആളുകൾ തൊഴുതിന് ശേഷം അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കയറിൻ്റെ ഉള്ളിലൂടെ പോകുന്നവരെ മാത്രമാണ് അതിൻ്റെ ഉള്ളിലോട്ട് അവർ കടത്തി വിടുന്നുള്ളൂ. ഇപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എനിക്കറിയാവുന്ന പോലെ പറയാം കേട്ടോ. ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ എന്നറിയപ്പെടുന്നത്. യാഗം നടത്തിയ സ്ഥലമായതുകൊണ്ട് തന്നെ ഇതിനെ യാഗഭൂമി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഗനന്മയ്ക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി ദക്ഷൻ നടത്തിയ മഹായാഗത്തിൽ മകളായ സതീദേവിയെയും ദേവിയുടെ ഭർത്താവായ ശിവനെയും മാത്രം ക്ഷണിക്കില്ല, ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളെയും ഈ യാഗത്തിന് ക്ഷണിക്കും. യാഗം നടത്തുന്നറിഞ്ഞ സതീദേവി ഇത് തന്നെയും തൻ്റെ ഭർത്താവിനെയും മാത്രം ക്ഷണിക്കാത്തതിൽ വളരെയധികം വിഷമത്തിലാവുകയും ഇത് ചോദിക്കാൻ വേണ്ടി ദക്ഷൻ്റെ അടുത്തേക്ക് വരാൻ പോവുകയും ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ശിവനോട് അനുവാദം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും പോകരുതെന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. പോയി കഴിഞ്ഞെന്നാൽ അപമാനിതയായി തിരിച്ചിങ്ങോട്ട് വരരുത് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. എന്തായാലും ദേവി പിതാവിൻ്റെ അടുത്തിട്ട് വരികയും അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എല്ലാ ദൈവങ്ങളുടെയും മുന്നിൽ വെച്ചിട്ട്, എല്ലാ വിശിഷ്ട വ്യക്തികളുടെയും മുന്നിൽ വെച്ചിട്ട് ശിവനെ ഒരുപാട് അപമാനിക്കുന്നു ദക്ഷൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ദേവി ഒരുപാട് ദുഃഖിതയാവുകയും താൻ കാരണമാണല്ലോ തൻ്റെ ഭർത്താവ് വീണ്ടും അവഹേളിക്കപ്പെട്ടതെന്നുള്ള സങ്കടത്തിൽ ദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. ഇതറിഞ്ഞ ഭഗവാൻ വളരെയധികം കോപാകുലനാകുകയും ജട പറിച്ച് നിലത്തടിച്ച് വീരഭദ്രൻ അവതരിക്കുകയും ചെയ്തു. അങ്ങനെ ആ വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന് തലയിറക്കുകയും ദക്ഷൻ്റെ യാഗശാല മുഴുവൻ തകർത്ത് കളയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് കണ്ടുവരുന്ന വിഷ്ണുവും ബ്രഹ്മാവും മറ്റ് ദേവതകളും കൈലാസത്തിലേക്ക് ഓടി അവർ ശിവനെ സമാധാനിപ്പിക്കുകയും യാഗം തടസ്സപ്പെടുത്തിയതിൻ്റെ അനന്തരഫലങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. പിന്നീട് ശിവൻ്റെ അനുമതിയോടെ ബ്രഹ്മാവ് ദക്ഷന് പുനർജന്മം നൽകി. അങ്ങനെ ആചാരങ്ങൾ പൂർത്തിയായെന്നാണ് കഥ. ഇത്രയും ഐതിഹ്യങ്ങളുള്ള ഈ മണ്ണിൽ വന്ന് തൊഴുതു പോകാൻ സാധിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. ഇതിപ്പോൾ 2ാമത്തെ തവണയാട്ടോ നമ്മൾ വരുന്നത്. ഇതൊരു ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കയറി വരുമ്പോൾ നമ്മൾ ആദ്യം തൊഴുന്നത് മണിത്തറയിലാണ് കേട്ടോ. അവിടെയാണ് ശിവലിംഗമുള്ളത്. ഇപ്പോൾ കാണുന്നതാണ് അമ്മാറക്കല്ല്. ഇവിടെയാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ 2ഇടത്തും തൊഴുതിറങ്ങി ഇനി പ്രദക്ഷിണം വെക്കുകയാണ്. 3 പ്രാവശ്യം പ്രദക്ഷിണോടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ വഴിയിലൂടെ ഇക്കരെ കൊട്ടിയൂർ അമ്പലത്തിലോട്ട് പോകാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇക്കരെ കൊട്ടിയൂർക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ അവിടെ നിന്നിട്ട് അവരെ ഒരു പ്രദക്ഷിണേ കഴിഞ്ഞിട്ടുള്ളൂ, 3 പ്രദക്ഷിണം വെക്കണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാനായിട്ട് പോവുകയാണ്. അതാണ് അമ്മ അവിടെ നിന്ന് ആക്ഷൻ കാണിക്കുന്നത്. നമ്മൾ ഇക്കരെ കൊട്ടിയൂർക്ക് പോകുന്ന വഴിക്ക് സൈഡിൽ നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഇപ്പോൾ തൊഴാനായിട്ട് ക്യൂ നിൽക്കുന്നതാണ്. എന്തുമാത്രം ആളുകളാണെന്ന് നോക്കിക്കേ. എന്ത് ഭംഗിയാണല്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട്. ബാവലിപ്പുഴയും ഇത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം നമുക്ക് വേറെ കാണാനില്ല. ഇത്രയും ഭംഗിയാണ്. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു കേട്ടോ. മഴയൊന്നുമില്ലാണ്ട് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് തൊഴാൻ സാധിച്ചു എന്നുള്ളത്. നമ്മളിപ്പോൾ ഇക്കരെ കൊട്ടിയൂർക്ക് നടന്നുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. എന്നാലും വലിയ മഴയൊന്നുമല്ല, ചെറുതായിട്ട് ചാറുന്നുണ്ട്. മൊത്തം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ മഴ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ല. ഇതാണ് കേട്ടോ ഓടപ്പൂക്കൾ.
കൊട്ടിയൂർ നമ്മൾ തൊഴാൻ വന്നിട്ട് പോകുമ്പോൾ ഓടപ്പൂ കൊണ്ടുപോകുന്നത് ഒരു ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ഓടപ്പൂ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് നമുക്ക് വളരെ ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ഓടപ്പൂവിനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട് കേട്ടോ. ഭൃഗുമുനിയുടെ താടിയാണെന്നും അല്ലെങ്കിൽ ശിവൻ്റെ ജട പറിച്ചു അതാണെന്നും അതുപോലെ തന്നെ ദക്ഷൻ്റെ താടിയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അതിന് പല കഥകളുണ്ട്. എന്താണെന്ന് പറഞ്ഞാലും ഓടപ്പൂ ഒരു ഐശ്വര്യം തന്നെയാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഓടപ്പൂ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നല്ലതാണ്. ഇതാണ് കേട്ടോ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഇക്കരെ കൊട്ടിയൂർ തൊഴുതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ നനഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റി വേറെ ഡ്രസ്സ് ധരിക്കുന്നത്. അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേക റൂമൊക്കെ ഉണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമൊക്കെ അവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ പിന്നെ പോകുന്നത് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലോട്ടാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും കണ്ട എല്ലാവർക്കും നന്ദി. ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. എൻ്റെ വിവരണം നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. പതുക്കെ ഞാൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കും. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ടീം മെമ്പേഴ്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്